Hi all, welcome to CC Bank Exams. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, മാർക്കറ്റ് ഫെഡ്. ഓക്കെ, മാർക്കറ്റിംഗ് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. നമുക്കറിയാം, നമ്മുടെ ഏതൊരു എക്സാം ആയിക്കോട്ടെ, CSEB എക്സാം ആയിക്കോട്ടെ, JC ആയിക്കോട്ടെ, കേരള ബാങ്ക് ആയിക്കോട്ടെ, മാർക്കറ്റ് ഫെഡ് തുടങ്ങിയ എന്താണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയുള്ള പഠനം വളരെ അനിവാര്യമാണ്. ഇപ്പൊ നമുക്ക് എന്താണ് മാർക്കറ്റ് ഫെഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താണ് ആദ്യം തന്നെ പഠിക്കണം മാർക്കറ്റ് ഫെഡ്. അപ്പൊ മാർക്കറ്റ് ഫെഡിന്റെ എന്താ മാർക്കറ്റ് ഫെഡ് അർത്ഥമാക്കാൻ നോക്കാം അല്ലെ. അതിന്റെ ഫുൾ ഫോം നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. എന്താണ് മക്കളെ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് മാർക്കറ്റ് ഫെഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുക കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇപ്പൊ എന്താണ് ഈ മാർക്കറ്റ് ഫെഡ് നോക്കിയേ, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാർക്കറ്റ് ഫെഡ് എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. എന്താണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ആണെന്ന് ഓർത്ത് നോക്കുക. പിന്നെ നമ്മൾ ലോയിൽ എവിടെയാണ് മാർക്കറ്റിംഗ് സംഘങ്ങളെ പറ്റി പഠിക്കുന്നത്? റൂൾ 15(2) അല്ലേ. റൂൾ 15 എന്താണ് റൂൾ 15 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ രജിസ്ട്രാർ അല്ലെ. രജിസ്ട്രാർ കേരളത്തിലെ സംഘങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 13 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. റൂൾ 15 പ്രകാരം. റൂൾ 15 പ്രകാരം RCC എന്ത് ചെയ്യുകയാണ്? കേരളത്തിലെ സംഘങ്ങളെ അല്ലെ അതിന്റെ പ്രിൻസിപ്പിൾസ് ഒബ്ജക്ട് ഇൻ ദ ബൈലോ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് 13 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുകയാണ് റൂൾ 15(2)(a) എന്താണ് മാർക്കറ്റിംഗ് സംഘങ്ങളെ പറ്റി പറയുന്നത് അല്ലെ. നോക്കിയേ, ഇവിടെ പറയുക റൂൾ 15(2)(a) മെൻഷൻഡ് അബൌട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് ഓർത്തു. മാർക്കറ്റ് ഫെഡ് പഠിച്ചു, എന്താണ് അതിന്റെ ഒരു ഫുൾ ഫോം പഠിച്ചു. പിന്നെ പറയുകയാണ് എന്താണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർത്തു വെക്കുക കേട്ടോ. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ റൂൾ 15(2)(a) റൂൾ 15(2)(a) മാർക്കറ്റിംഗ് സംഘങ്ങളെ പറ്റി എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിംഗ് സംഘങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഫോറിൻ കോർപ്പറേഷൻ പഠിക്കുകയാണ് USA അല്ലെ. USA ഇസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പൊ ലോകത്തിലെ തന്നെ മാർക്കറ്റിംഗ് സംഘങ്ങളുടെ ബർത്ത് പ്ലേസ്, ജന്മദേശം എന്നറിയപ്പെടുന്നത് USA ആണ് കേട്ടോ. അമേരിക്ക അല്ലെങ്കിൽ USA ആണ് ഇസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാർക്കറ്റ് ഫെഡിന്റെ, അതായത് ഈ മാർക്കറ്റിംഗ് സംഘങ്ങളിലെ മാർക്കറ്റ് ഫെഡിന്റെ അതിന്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല, അതിന്റെ ഒരു നാളുവഴിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 24/12/1942. അപ്പൊ 1942 ഡിസംബർ 24 ഇത് സ്റ്റാർട്ട് ചെയ്യുക. അന്ന് മാർക്കറ്റ് ഫെഡ് എന്ന രീതിയല്ല, ഓർത്തു പോകുക. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. എന്താ മക്കളെ? മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന പേരിൽ 1942 ഡിസംബർ 24 മാർക്കറ്റ് ഫെഡ് സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ഇതിന്റെ പേര് മാർക്കറ്റ് ഫെഡ് എന്നല്ല, ഓർത്തു പോകണം കേട്ടോ. 1942 ഇതിന്റെ പേര് മാർക്കറ്റ് ഫെഡ് എന്നല്ല, ഇതിന്റെ പേര് എന്താണ്? മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നാണ്. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഇൻ 1958, ഇപ്പൊ ആദ്യം പഠിച്ചു 1942 ഡിസംബർ 24. രണ്ടാമത് നമ്മൾ അതിന്റെ ചരിത്രത്തിൽ പഠിക്കേണ്ട വർഷമാണ് ഇൻ 1958. 1958 എന്ത് ചെയ്യുകയാണ്? മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ കൺവേർട്ടഡ് ഇൻടു സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ്. ഓക്കെ, മനസ്സിലാന്ന് ഞാൻ വിചാരിക്കുന്നു. 1942 സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പേരെന്താണ്? മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഇതെന്ത് ചെയ്യുകയാണ്? 1958 1958 ഇതിന്റെ പേര് വീണ്ടും മാറ്റി അല്ലെ. ഇതിന്റെ പേര് എങ്ങനെയാ മാറ്റിയെന്ന് നോക്കിയേ, സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കേട്ടോ. സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് എന്ത് ചെയ്യുകയാണ്? അതിന്റെ പേര് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പറയുകയാണ് നോക്കിയേ, ഇനിയും പറയണം മാർക്കറ്റ് ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ കൺവേർട്ടിംഗ് ദ സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അപ്പൊ ആ പേര് പിന്നീടാണ് ഈ പേര് മാറ്റി നമ്മൾ മാർക്കറ്റ് ഫെഡ് എന്നാക്കുന്നത് കേട്ടോ. അപ്പൊ മാർക്കറ്റ് ഫെഡ് എന്നാണ് അങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? 25 മാർച്ച് 1960. അപ്പം പഠിച്ചു 19 എന്താ പറയുക? ആദ്യം പഠിച്ചു 1942, 1958, പിന്നെ 1960 അല്ലെ മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് രൂപീകരിക്കുന്നത്. അതായത് നിലവിൽ അതിന്റെ പേര് മാറ്റി മാർക്കറ്റ് ഫെഡ് എന്നാക്കുന്നത് 25/3/1960 ഓർത്തു വെക്കുക. ഇനിയും പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് പഠിക്കണം അല്ലെ. നോക്കിയേ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് ഇൻ കാലിക്കറ്റ് വെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞത് കാലിക്കറ്റിലായിരുന്നു കേട്ടോ. ദ ഹെഡ് ക്വാർട്ടർ ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് ഇൻ കാലിക്കറ്റ് വെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് ഓർത്തു.
അപ്പൊ ആദ്യം എവിടെയായിരുന്നു? കാലിക്കട്ടിലായിരുന്നു. പിന്നീടോ നോക്കിയേ, ദ ഹെഡ് ക്വാർട്ടർ ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് ഷിഫ്റ്റഡ് ടു എറണാകുളം അല്ലെ കൊച്ചി അല്ലെ, എറണാകുളത്ത് അതായത് ഷിഫ്റ്റ് ചെയ്തത്, അതായത് കാലിക്കട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്നാണ് 1978 കേട്ടോ. 1978 എറണാകുളത്തേക്ക് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം എവിടെയാണെന്ന് പറഞ്ഞ കാലിക്കട്ട്, രണ്ടാമത് എറണാകുളത്തേക്ക് മാറ്റി. നിലവിൽ എറണാകുളത്തിലെ കൊച്ചിയിലാണ്. 1978 എന്ത് ചെയ്തത്? ഷിഫ്റ്റ് ചെയ്തെന്ന് ഓർത്തു. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് അല്ലെ, മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്ന പേരെന്താണ്? MD എന്നാണ് കേട്ടോ, മാനേജിംഗ് ഡയറക്ടർ എന്നാണെന്ന് ഓർത്തു വെക്കുക. മനസ്സിലാക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് മാനേജിംഗ് ഡയറക്ടർ. അപ്പൊ മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് വരാന്ന് ചോദിച്ചാൽ MD അല്ലെ, ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ റൂൾ എന്നാ നമ്മുടെ സെക്ഷൻ പഠിക്കുമ്പോൾ, രജിസ്ട്രേഷന്റെ ഭാഗത്തിൽ പഠിക്കുമ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് C അല്ലെ, രജിസ്ട്രേഷന്റെ സമയത്ത് പഠിക്കുമ്പോൾ ഓക്കെ ഓർത്ത് വെക്കുക. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് C കേട്ടോ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 അതിന്റെ അർത്ഥം ക്ലോസ് സീൽ പറയുന്നുണ്ട്. എന്താണ്? ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. പഠിച്ചിട്ടില്ലേ അല്ലെ? ഒരു സംഘത്തിന്റെ പ്രവർത്തനം വഴി നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രാർ നോക്കും അവിടെ എന്താണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. എന്നാൽ ഓർത്ത് നോക്കുക, മാർക്കറ്റിംഗ് സംഘങ്ങൾക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യാം? മറികടക്കാം, അല്ലെങ്കിൽ ഓവർലാപ്പ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതൊന്ന് ഓർത്തേക്കണേ. നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ് ഇൻ മാർക്കറ്റിംഗ് സൊസൈറ്റി. മാർക്കറ്റിംഗ് സംഘങ്ങൾക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യാം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നുകൂടെ പറയാം, നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ് ഇൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഒരേ ഏരിയയിൽ എന്താണ് ഒരുപാട് മാർക്കറ്റിംഗ് സംഘങ്ങൾ വരാം, അപ്പൊ അവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യാം, ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത പറയാണ് കേരജം അല്ലെ. കേരജം വളരെ പ്രധാനപ്പെട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കണേ. കേരജം ഈസ് ദ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. അപ്പൊ മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന്റെ പേര് കേരജം എന്ന്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കേരജം എടുത്ത് പഠിക്കാൻ കാരണം? നമ്മൾ കേര ഫെഡ് പഠിക്കുമ്പോൾ കേര ഗേസ്, കേര ഗോൾഡ്, കേര അക്മാർ, അങ്ങനെ എന്താണ് കുറെ അധികം പേരുകൾ എല്ലാം കേര എന്ന് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ കേര ഫെഡിലേക്ക് പോകും. എന്നാൽ ഇവിടെ ഓർത്ത് വെക്കുക കേരജം, ഓർത്ത് വെക്കണം കേട്ടോ. കേരജം ഇസ് ദ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന്റെ പേര് കേരജം. കേരജം മാർക്കറ്റ് ഫെഡ്, കേരജം മാർക്കറ്റ് ഫെഡ്, മാറിപ്പോകരുത് കേട്ടോ. കാരണം കേര ഗേസ്, കേര ഗോൾഡ്, കേര അക്മാർക്ക് ആ കേര വരുമ്പോഴുള്ള നമ്മളെല്ലാവരും കേര ഫെഡ് എഴുതാനുള്ള ഒരു ടെൻഡൻസി കാണും. എന്നാൽ അവിടെ വ്യത്യസ്തമായിട്ട് എന്താണ് കേരജം, എന്താണ് കേരജം ഈസ് ദി കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. അടുത്ത പറയുന്നത് സൂര്യ. നല്ല പേരുകളാണ് അല്ലെ. സൂര്യ ഇസ് ദ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാർക്കറ്റ് ഫെഡ്. അപ്പൊ മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറിന്റെ പേരെന്താണ്? സൂര്യ കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക, ഓർത്ത് വെക്കുക. സൂര്യ ഇസ് ദ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാർക്കറ്റ് ഫെഡ്. പിന്നെ നോക്കിയേ, മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം സീസണിങ്സ് കേട്ടോ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കില്ല. സീസണിങ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. സീസണിങ്സ് എന്താണ്? സീസണിങ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റ് ഫെഡ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സീസണിങ്സ്. നോക്കിയേ, ഹാസ് ഇൻട്രൊഡ്യൂസ് ദ മേജർ സ്പൈസസ് അല്ലെ. മേജർ സ്പൈസസ് എന്ത് ചെയ്യുകയാണ്? സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം സീസണിങ്സ്. അപ്പൊ എന്താണ് ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഓർത്ത് വെക്കുക, സീസണിങ്സ് എന്ന് ഓർത്ത് വെക്കുക. നിങ്ങളോട് ഒരിക്കലും ഈ കാര്യങ്ങൾ ചോദിക്കില്ല. സീസണിങ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. അത് മാർക്കറ്റിംഗ് സംഘങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡ് കേട്ടോ. മാർക്കറ്റിംഗ് സംഘങ്ങൾ എന്നല്ല, മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്ത് വെച്ചു. അപ്പൊ ഈ പോയിന്റിൽ ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കേരജം നോക്കണം, സൂര്യ നോക്കണം, പിന്നെ എന്താണ് സീസണിങ്സ്. ഈ 3 പേരും അങ്ങ് പഠിച്ചു വെച്ചേക്കാം. സീസണിങ്സ്, സൂര്യ, പിന്നെ കേരജം കേട്ടോ. ഇതെല്ലാം മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി തൃപ്തി സ്റ്റോർ, ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കുറച്ച് ടേംസ്. തൃപ്തി സ്റ്റോർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഫെഡ്. അപ്പൊ തൃപ്തി സ്റ്റോർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്റ്റോർ എന്നൊക്കെ കാണുമ്പോൾ കൺസ്യൂമർ ഫെഡിലേക്ക് ഒന്നും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവരുത് കേട്ടോ. തൃപ്തി സ്റ്റോർ മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. തൃപ്തി സ്റ്റോർ മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അക്മാർക്ക് അല്ലെ. എന്താണ് അക്മാർക്ക്? ഈസ് ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇത് ജസ്റ്റ് ഓർത്തേക്കണം, ചില പുസ്തകങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് അക്മാർക്ക് കേട്ടോ. ഒന്നുകൂടെ പറയാം, അക്മാർക്ക്. അക്മാർക്ക് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്.
പിന്നെ പറയുന്നത് നമ്മൾ എന്താണ് ഇത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സംഘങ്ങളുടെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് ആയിരിക്കും അല്ലെ, താലൂക്ക് അല്ലെങ്കിൽ മന്തി ലെവൽ എന്ന് പറയും. ഓക്കെ, എന്താണ് താലൂക്ക് അല്ലെങ്കിൽ മന്തി, ചില പുസ്തകങ്ങൾ കണ്ടുകൊണ്ട് എന്താ പറയുക, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ താലൂക്ക് അല്ലെ, താലൂക്ക് ആയിരിക്കും അവിടുത്തെ എന്താണ് പ്രൈമറി മാർക്കറ്റിംഗ് സംഘങ്ങളുടെ പ്രവർത്തന പരിധി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ പറയുന്നുണ്ട് ടേംസ് റിലേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ് സംഘങ്ങൾ. മക്കളെ ഇതെല്ലാം പഠിച്ചോണം. എന്താണ് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിക്കണമെന്നില്ല, ഈ പേരുകൾ ഓർത്തേക്കണം. എന്താണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ കീ ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, പിന്നെ ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അതെല്ലാം മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പിന്നെ പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ കീ ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്. ഇപ്പൊ ട്രേഡ് ഡെപ്പോസിറ്റ് വരും. ട്രേഡ് ക്രെഡിറ്റ് ഇവിടെ എന്താണ് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ട്രേഡ് ഡെപ്പോസിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകളാണ്. ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പോയിന്റ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, പ്ലെഡ്ജ് ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാ കേട്ടോ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. ഔട്ട്റൈറ്റ് പർച്ചേസ് ഒക്കെ ബന്ധപ്പെട്ടതാണ്. വിശദമായിട്ട് പോകേണ്ട കാര്യമില്ല, ഈ ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് സംഘങ്ങളുമായിട്ട് പഠിച്ചത് അല്ലെ. മാർക്കറ്റിംഗ് സംഘങ്ങളോട് പഠിച്ചത് ഒന്നുകൂടെ ഓടിച്ച് നോക്കിയാലോ. എന്താണ് ഫുൾ ഫോം? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. പിന്നെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. റൂൾ 15(2)A ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന USA ആണ്. 24/12/1942 എന്താണ് മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന പേര് സ്റ്റാർട്ട് ചെയ്തു. 1958 എന്താണ് മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന്റെ പേര് എങ്ങോട്ട് മാറ്റി നോക്കിയേ, സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാക്കി. പിന്നീട് എന്ത് ചെയ്യുകയാണ്, 1960 അത് മാർക്കറ്റ് ഫെഡായി മാറി അല്ലെ. ഇത് മാർക്കറ്റ് ഫെഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ഹെഡ് ക്വാർട്ടർ കാലിക്കറ്റിലാണ്. പിന്നീട് 1978 കൊച്ചി എറണാകുളത്തേക്ക് മാറ്റി ഓർത്ത് വെക്കുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് ആരാണ്? MD ആണെന്ന് പഠിച്ചു. ഇവർക്ക് പ്രവർത്തന പരിധി ഓവർലാപ്പ് ചെയ്യാം. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ഇവിടെ ബാധകമല്ല. അപ്പൊ അത് ഓർത്ത് നമ്മുടെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് C ഇവിടെ ബാധകമല്ല എന്ന് ഓർക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കേരജം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ അല്ലെ, കോക്കനട്ട് ഓയിൽ ആണ്. സൂര്യ എന്ന് പറയുന്ന അവരുടെ ഫെർട്ടിലൈസർ ആണ്. പിന്നെ സീസണിങ്സ് മാർക്കറ്റ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തൃപ്തി സ്റ്റോർ, അക്മാർക്ക്, പിന്നെ എന്താണ് ഒരു പ്രൈമറി മാർക്കറ്റിംഗ് സംഘത്തിന്റെ പ്രവർത്തന പരിധി താലൂക്ക് അല്ലെങ്കിൽ മന്തി എന്ന് പറയും കേട്ടോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകളെ പറ്റി പഠിച്ചു. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പൊ അത്യാവശ്യം മാർക്കറ്റിംഗ് സംഘങ്ങളെ പറ്റി അല്ലെ, മാർക്കറ്റ് ഫെഡിനെ പറ്റി, മാർക്കറ്റിംഗ് സംഘങ്ങളല്ല ഇനിയോട് പഠിക്കാൻ, ജസ്റ്റ് മാർക്കറ്റ് ഫെഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, എന്ത് ചെയ്യുകയാണ് ഈ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അല്ലെ, മെയ് 19 പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരു ബൂസ്റ്റർ എന്താ പറയുക, ബൂസ്റ്റർ സീരീസ് എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന 20 മണിക്കൂർ ക്ലാസ്. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ വീതം കേട്ടോ, ഒരു ദിവസം 2 മണിക്കൂർ വീതം. അങ്ങനെ 10 ദിവസം കൊണ്ട് നമുക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു പോകുന്നു. പിന്നെന്താണ് ഒരു 3 മോഡൽ എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പം നമുക്ക് അവസാനഘട്ട പരിശീലനം, നമുക്കറിയാം ഏതൊരു പരീക്ഷയുടെ ഏറ്റവും വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനഘട്ട പരീക്ഷ എന്താണ്, പരിശീലനമാണ് അല്ലെ, ഒരു റിവിഷനാണ്. അപ്പൊ എന്താണ് നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഈ ക്ലാസ്സുകളിൽ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള എന്താണ് PYQs, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ നയിക്കുക എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക അല്ലെ, ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മാർക്കറ്റ് ഫെഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഷോർട്ട് നോട്ട് ചെയ്ത് പഠിക്കുക, ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു ആഴത്തിൽ വളരെ വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. ഇനി റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് പഠനത്തിന്റെ സമയം കഴിഞ്ഞു. ഇനിയുള്ള ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് ഒന്ന് പരിചിതമാവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.